നിന്നെ ദ്രോഹിക്കാൻ അഞ്ജു മോഹൻ ഒറ്റക്കെട്ടായിട്ട് നിൽക്കുവോ? നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന അമ്മ പോലും നമ്മുടെ കൂടെ ഇല്ല. പിന്നെ ഇതൊക്കെ എങ്ങനെ നടക്കുമെന്നാ? ഇങ്ങനൊരു സാഹചര്യം ഉണ്ടാകുമ്പോഴല്ലേ ചേച്ചി നമ്മൾ ശരിക്കും പോരാടേണ്ടത്. ഞാൻ തീരുമാനിച്ചു, തോറ്റു കൊടുക്കാൻ ഞാൻ തയ്യാറല്ല. ചേച്ചി എൻ്റെ കൂടെ ഉണ്ടാവണം. ഞാൻ നിന്റെ കൂടെ തന്നെ ഉണ്ട്. നീ എന്താവശ്യം ഉണ്ടെങ്കിലും എന്നെ വിളിച്ചാൽ മതി, ഞാൻ വരാം. പക്ഷെ ഇനി ഈ വീട്ടിലേക്ക് ഞാൻ അധികം വരില്ല. അറിയാം ചേച്ചി, പറ്റുന്ന സാഹചര്യങ്ങളിൽ മതി. മാക്സിമം ഞാൻ ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ നോക്കാം. നീ എന്തുണ്ടെങ്കിലും വിളിച്ചോ. ഈ ഒരു സാഹചര്യത്തിൽ നിനക്ക് ഒത്തിരി ഹെൽപ്പ് വേണം, ഞാൻ വരാം. പക്ഷേ നിന്റെ ഹെൽത്ത് നീ ശ്രദ്ധിക്കണം. ഡോക്ടർ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, ബ്ലീഡിങ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ടെന്ന്. ടെൻഷൻ അടിക്കരുത് കേട്ടോ. ഞാൻ ശ്രദ്ധിച്ചോളാം ചേച്ചി. എന്നാ പിന്നെ ഞാൻ പോട്ടെ. വിളിച്ചാ മതി. എന്നാലും ഇതൊക്കെ അറിഞ്ഞു വെച്ചിട്ട് എന്നോടൊരു വാക്ക് പറഞ്ഞില്ലല്ലോ വക്കീലെ താൻ. ഇവിടെ സമ്മതിക്കണ്ടേ? ഇടം ഫലം തിരിയാൻ സമ്മതിക്കാതെ പുറകെ നടക്കായിരുന്നില്ലേ? ഫോണും മേടിച്ച് സ്വിച്ച് ഓഫ് ആക്കി വെച്ചു. അത് നന്നായി. ഏതായാലും അതുകൊണ്ടാണല്ല കാര്യങ്ങളൊക്കെ എനിക്ക് നേരിട്ട് അറിയാൻ പറ്റിയതും പോയി അന്വേഷിച്ച് കണ്ടെത്തി ഇവിടെ ഒന്ന് നേരിട്ട് എല്ലാ കാര്യങ്ങളും പറയാൻ പറ്റിയത് അമ്മയുടെ അടുത്ത്. അതുകൊണ്ടാണ് ഇത്രയും നാൾ നിലത്ത് വെക്കാതെ കൊണ്ടുകിടന്ന അമ്മ വരെ അവളെ ഒന്ന് തള്ളി പറഞ്ഞത്. അല്ല മോന, എനിക്കൊരു സംശയം. ഈ ആവണിയുടെ വയറ്റി വളരുന്ന കൊച്ച് തൻ്റെ തന്നെ അല്ലേ ഇടൂ? എനിക്കറിയില്ല വക്കീൽ, എനിക്കറിയില്ല. എന്റെ കുഞ്ഞായിരുന്നെങ്കിൽ അവള് നേരിട്ട് ആദ്യം അമ്മയുടെ അടുത്തൊന്ന് പറഞ്ഞേനെ. ഇതിപ്പോ ആരും അറിയാതെ അബോർഷന് പോയതുകൊണ്ട് ഇതെന്റെ കുഞ്ഞല്ല. വക്കീലേ പോവാ. കൊണ്ടുപോവാ വക്കീലെ. ഒരു കുടുംബം കുളം തോണ്ടിട്ട് തന്നെ വരവാൻ. വക്കീലേ പോവാ. നിങ്ങളെ കൊണ്ട് ഈ പാവം വക്കീലിനെ പേടിപ്പിക്കാനല്ലേ പറ്റൂ, വേറെ എന്തിനു കൊള്ളാം. എനിക്ക് തന്നോട് സംസാരിക്കാൻ താല്പര്യമില്ല. നിങ്ങൾക്കൊന്നും പറയാൻ കാണില്ല. ആവണിയെ പറഞ്ഞു ഇരിച്ചിട്ട് ഇത്രയും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കി ആ അമ്പിളിയുടെ കൂടെ കറങ്ങാൻ വിട്ടിട്ട് കയ്യബദ്ധം പറ്റിയെന്ന് തോന്നിയപ്പം നിങ്ങൾ അവളെയും കൊണ്ട് അബോർഷൻ ചെയ്യാൻ പോയതല്ലേ? നിങ്ങൾ വലിയ മഹത്വമൊന്നും പറയൊന്നും വേണ്ട. താൻ എന്തൊക്കെയാ വിളിച്ചു പറയുന്നേ? ഓരോന്ന് ആലോചിച്ച് കൂട്ടി ഓരോന്നങ്ങ് പറഞ്ഞോളുവാ. ആവണിയുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന്റെ അച്ഛൻ നിങ്ങളല്ല, നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? അത് എന്നെക്കാളും ഉറപ്പാണ് നിങ്ങൾക്ക്? ആ അതെ, എനിക്ക് ഉറപ്പുണ്ട്. ആവണിയാണ് പറഞ്ഞത് അവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന്റെ അച്ഛൻ നിങ്ങളാണ്. എനിക്ക് നിങ്ങളെക്കാട്ടിലും വിശ്വാസം അവളെ തന്നെയാ. നിങ്ങൾ വിശ്വസിച്ചോ? കുറച്ചാൾ ഇവിടെ കിടന്ന് കറങ്ങണ്ടായിരുന്നു ഒരുത്തൻ അമ്പിളി. അവനെവിടെ? അവനെന്താ ഇപ്പൊ ഇങ്ങോട്ട് വരാത്തെ? അവന് കാര്യം അറിയാ. വക്കീലെ, എനിക്ക് ഡിവോഴ്സ് വേണം. എന്റെ കേസ് നിങ്ങൾ വാദിക്കില്ലേ? മോഹന എന്ത് കോഹന? എന്റെ കേസ് നിങ്ങൾ വാദിച്ചാൽ മതി. പിന്നെ അവൾക്കൊരു വക്കീലിനെ ഏർപ്പാടാക്കി കൊടുത്തേരും. മ്യൂച്വൽ കൺസെന്റ് ആണ് ഈ കേസ് പെട്ടെന്ന് തീരും. അല്ലെങ്കിൽ നാളെ ഗർഭിണീനെ ഇത്ര കഷ്ടപ്പെടുത്തി നാളെ ആരും പറയരുത്. നിങ്ങൾ വരുന്നുണ്ടോ ഇങ്ങോട്ട്? ഇങ്ങനെ വായിലിരിക്കുന്ന ഓരോന്ന് കേൾക്കാൻ നിൽക്കുന്നു.